ഹായ് എവരിവൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഡെയിലി യൂസ് സെൻറ്റൻസ് ആണ്, അതായത് ദിവസം യൂസ് ചെയ്യുന്ന വാക്യങ്ങൾ. നമ്മുടെ വീടുകളിൽ സാധാരണയായി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഞാൻ 2 തവണ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾ കേൾക്കുകയും രണ്ടാമത്തെ തവണ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു നോക്കുകയും വേണം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വീഡിയോയിലോട്ട് പോകും. അടുക്കള എവിടെയാണ്? രസോയി ഘർ കഹാം ഹേ. രസോയി ഘർ കഹാ ഹേ. രസോയി ഘർ എന്നതിൻ്റെ മീനിങ് ആണ് അടുക്കള. കഹാ ഹേ എവിടെ. ഇനി നെക്സ്റ്റ്, ദയവായി എനിക്ക് ഉപ്പ് തരുമോ? ക്യാ ആപ് കൃപയ മുझे നമക് ദേ സക്തേ ഹേ. ക്യാ ആപ് കൃപയ മുझे നമക് ദേ സക്തേ ഹേ. ഇവിടെ മുझे എന്നതിൻ്റെ മീനിങ് ആണ് എനിക്ക്. നമുക്ക് ദേ സക്തേ ഹേ, ഉപ്പ് തരുമോ. ഇനി നെക്സ്റ്റ്, ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പോകുന്നു. മേ ഫ്രിഡ്ജ് കോ സാഫ് കർന ജാ രഹി ഹോ. ഇവിടെ രഹ എന്നുള്ളത് മെയിലാണ് യൂസ് ചെയ്യുന്നത്, രഹി എന്നുള്ളത് ഫീമെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. അടുപ്പ് വൃത്തിയാക്കൂ. ചുല്ലേക്കോ സാഫ് കർദോ. ചുല്ലേക്കോ സാഫ് കർദോ. ചുല്ല എന്നുള്ളതാണ് അടുപ്പ്, സാഫ് കർണ വൃത്തിയാക്കുക. ഇനി നെക്സ്റ്റ് നോക്കാം. ഉറങ്ങുന്ന മുറി ഇടതുവശത്താണ്. സോനെ കാ കക്ഷ് ബായേ തരഫ് ഹേ. സോനെ കാ കക്ഷ് ബായേ തരഫ് ഹേ. ഇവിടെ സോനെ കാ കക്ഷ് എന്നതിൻ്റെ മീനിങ് ആണ് ഉറങ്ങുന്ന മുറി. ബായേ തരഫ് ഇടതുവശം. ഇനി നെക്സ്റ്റ് നോക്കാം. പാത്രങ്ങൾ കഴുകാൻ എന്നെ സഹായിക്കുമോ? ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ക്യാ ആപ് മേരി ബർത്തൻ ധോനെ മേ മദദ് കർ സക്തേ ഹേ. ക്യാ ആപ് മേരി ബർത്തൻ ധോനെ മേ മദദ് കർ സക്തേ ഹേ. ഇവിടെ ബർത്തൻ എന്നതിൻ്റെ മീനിങ് ആണ് പാത്രങ്ങൾ. ധോനെ മേ കഴുകാൻ, മദദ് കർ സക്തേ ഹേ സഹായിക്കുമോ. നെക്സ്റ്റ്, ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നു. മേ പൗധോം കോ പാനി ഡാൽനെ ജാ രഹി ഹൂം. മേ പൗധോം കോ പാനി ഡാൽനെ ജാ രഹി. ഇവിടെ പൗധോം എന്നതിൻ്റെ മീനിങ് ആണ് ചെടികൾ, പാനി വെള്ളം, ഡാൽനെ ജാ രഹി ഹൂം ഒഴിക്കാൻ പോവുക. ഇനി നെക്സ്റ്റ്, നിങ്ങൾക്ക് ഷീറ്റ് മാറ്റാൻ കഴിയുമോ? ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ക്യാ ആപ് ചാദർ ബദൽ സക്തേ ഹേ. ക്യാ ആപ് ചാദർ ബദൽ സക്തേ ഹേ. ഇവിടെ ചാദർ എന്നതിൻ്റെ മീനിങ് ആണ് ഷീറ്റ്, ബദൽ സക്തേ ഹേ മാറ്റാൻ കഴിയുമോ. ഇനി നെക്സ്റ്റ് നോക്കാം. ഞാൻ തൂത്തുവാരാൻ പോകുന്നു, അതായത് ഞാൻ അടിച്ചു വാരാൻ പോകുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഹിന്ദിയാണ് മേ ജാഡു ലഗാനെ ജാ രഹി ഹോ. മേ ജാഡു ലഗാനെ ജാ രഹി ഹോ. ഇവിടെ ജാഡു എന്നതിൻ്റെ മീനിങ് ആണ് ചൂല്, ലഗാനെ ജാ രഹി ഹോ അടിച്ചു വാരാൻ, തൂത്തുവാരാൻ പോകുന്നു. ഇനി നെക്സ്റ്റ്, ഞാൻ തറ തുടയ്ക്കാൻ പോകുന്നു. മേ ഫർഷ് പർ പോച്ച മാർനെ ജാ രഹി ഹോ. മേ ഫർഷ് പർ പോച്ച മാർനെ ജാ രഹി ഹോ. ഇവിടെ ഫർഷ് എന്ന് പറയുന്നത് തറയാണ്. പോച്ച മാർനെ ജാ രഹി ഹോ തുടയ്ക്കാൻ പോകുന്നു. നെക്സ്റ്റ്, ചോർന്നൊലിക്കുന്ന ടാപ്പ് ശരിയാക്കണം. ഹമേ ലീക്ക് ഹോ രഹാ നൽ ഠീക്ക് കർണ ഹോഗ. ഹമേ ലീക്ക് ഹോ രഹാ നൽ ഠീക്ക് കർണ ഹോഗ. ഇവിടെ ഹമേ എന്നതിൻ്റെ മീനിങ് ആണ് നമ്മൾ. ലീക്ക് ഹോ രഹ അതായത് ചോർന്നൊലിക്കുന്ന, നൽ ടാപ്പ്, ഠീക്ക് കർണ ഹോഗ ശരിയാക്കണം. ഇനി നെക്സ്റ്റ്, നിങ്ങൾ അത്താഴത്തിന് മേശ സജ്ജീകരിക്കാമോ എന്നുള്ളത്, അതായത് നമ്മൾ മേശ ഒന്ന് ശരിയാക്കാമോ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ് പറയേണ്ടത് ഹിന്ദിയിൽ? ക്യാ ആപ് രാത് കെ ഖാനെ കെ ലിയെ മേസ് സജാ സക്തേ ഹേ. ക്യാ ആപ് രാത് കെ ഖാനെ കെ ലിയെ മേസ് സജാ സക്തേ ഹേ. ഇവിടെ രാത് കെ ഖാന അതായത് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്, മേസ് അതായത് ടേബിൾ, സജാ സക്തേ ഹേ ഒരുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, മാലിന്യം പുറത്തെടുക്കണം. കച്ചറ ബാഹർ നിക്കാൽന ഹേ. കച്ചറ ബാഹർ നിക്കാൽന ഹേ. ഇവിടെ കച്ചറ എന്നതിൻ്റെ മീനിങ് ആണ് മാലിന്യം, അതായത് വേസ്റ്റ്. ബാഹർ
പുറത്തേക്ക്. നിക്കാൽനാ ഹെ എടുക്കണം. ഇനി നെക്സ്റ്റ്, കിടക്ക ശരിയാക്കാൻ എന്നെ സഹായിക്കുമോ? ക്യാ ആപ് കൃപയാ മേരി ബിസ്തർ ലഗാനെ മേ മദദ് കർ സക്തേ ഹെ? ക്യാ ആപ് കൃപയാ മേരി ബിസ്തർ ലഗാനെ മേ മദദ് കർ സക്തേ ഹെ? ഇവിടെ ബിസ്തർ എന്നതിൻ്റെ മീനിങ് ആണ് കിടക്ക. ലഗാനെ മേ ശരിയാക്കാൻ, മദദ് കർ സക്തേ ഹെ സഹായിക്കുമോ. ഇനി നെക്സ്റ്റ്, ചവിട്ടുകുട്ട അടുക്കളയിലാണ്. കച്ചരേ കാ ഡബ്ബ രസോയ് മേ ഹെ. കച്ചരേ കാ ഡബ്ബ രസോയ് മേ ഹെ. ഇവിടെ കച്ചറ നമ്മൾ നേരത്തെ പറഞ്ഞു വേസ്റ്റ്, ഡബ്ബ അതായത് ബോക്സ്, രസോയ് മേ ഹെ അടുക്കളയിലാണ്. നിങ്ങൾക്ക് ബൾബ് മാറ്റാൻ കഴിയുമോ? ക്യാ ആപ് ബൾബ് ബദൽ സക്തേ ഹെ? ക്യാ ആപ് ബൾബ് ബദൽ സക്തേ ഹെ? ഇവിടെ ബൾബ് തന്നെയാണ്. ബദൽ സക്തേ ഹെ മാറ്റാൻ കഴിയുമോ. ഇനി നെക്സ്റ്റ്, ഞാൻ പാത്രങ്ങൾ കഴുകാൻ പോകുന്നു. മേ ബർത്തൻ ധോനെ ജാ രഹി ഹും. മേ ബർത്തൻ ധോനെ ജാ രഹി ഹും. ഇവിടെ ബർത്തൻ പാത്രങ്ങൾ, ധോനെ കഴുകാൻ, ജാ രഹി ഹും പോകുന്നു. ഇനി നെക്സ്റ്റ്, കർട്ടനുകൾ കഴുകാനായിട്ടുണ്ട്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. പർദേ ധോനെ ലായക് ഹെ. പർദേ ധോനെ ലായക് ഹെ. പർദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കർട്ടനുകളാണ്. ധോനെ ലായക് അതായത് കഴുകാനായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ഇസ്തിരി ഇടാൻ പോകുന്നു. മേ അപ്നെ കപ്പടോം കോ ഇസ്തിരി കർനെ ജാ രഹി ഹും. മേ അപ്നെ കപ്പടോം കോ ഇസ്തിരി കർനെ ജാ രഹി ഹും. ഇവിടെ കപ്പടെ എന്ന് ഉദ്ദേശിക്കുന്നത് വസ്ത്രമാണ്. ഇസ്തിരി ഇടുക, അയൺ ചെയ്യുക. കർനെ ജാ രഹി ഹും ചെയ്യാൻ പോകുന്നു. ഇനി നെക്സ്റ്റ്, ദയവായി ജനലുകൾ അടയ്ക്കൂ. കൃപയാ ഖിടിക്കിയ ബന്ദ് കർ ദീജിയേ. കൃപയാ ഖിടിക്കിയ ബന്ദ് കർ ദീജിയേ. ഇവിടെ ഖിടിക്കിയ എന്നാൽ ജനലുകൾ, ബന്ദ് കർന അടയ്ക്കുക. ബന്ദ് കർ ദീജിയേ അടയ്ക്കൂ. നെക്സ്റ്റ്, ജോലി ചെയ്യണം. കാം കർനാ ഹെ. കാം കർനാ ഹെ. ഇവിടെ കാം എന്നത് ജോലിയാണ്. കർനാ ഹെ ചെയ്യണം. എങ്ങനെ ചെയ്യും? കൈസേ കരോ. കൈസേ കരോ. ഇവിടെ കൈസേ എന്നുള്ളത് എങ്ങനെ, കരോ എന്നുള്ളത് ചെയ്യും. കൈസേ കരോ. നെക്സ്റ്റ്, ഉറക്കം വരുന്നു. നീന്ത് ആ രഹി ഹെ. നീന്ത് ആ രഹി ഹെ. ഇവിടെ നീന്ത് എന്നുള്ളത് ഉറക്കം, ആ രഹി ഹെ വരുന്നു എന്നുള്ളതാണ്. ഉറക്കം വരുന്നു, നീന്ത് ആ രഹി ഹെ. നെക്സ്റ്റ്, എനിക്ക് വിശക്കുന്നു. മുझे ഭൂക്ക് ലഗി ഹെ. മുझे ഭൂക്ക് ലഗി ഹെ. ഇവിടെ ഭൂക്ക് എന്നുള്ളത് വിശപ്പാണ്. ഭൂക്ക് ലഗി ഹെ വിശക്കുന്നു. മുझे ഭൂക്ക് ലഗി ഹെ. ഇനി നെക്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. മുझे പ്യാസ് ലഗി ഹെ. മുझे പ്യാസ് ലഗി ഹെ. ഇവിടെ പ്യാസ് എന്നുള്ളത് ദാഹം. പ്യാസ് ലഗി ഹെ ദാഹിക്കുന്നു. ചായ കുടിക്കാൻ പോയാലോ? ചായ് പീനെ ചലെ. ചായ് പീനെ ചലെ. ഇവിടെ പീനെ എന്നുള്ളത് കുടിക്കുക. പീനെ ചലെ കുടിക്കാൻ പോയാലോ. ഇനി നെക്സ്റ്റ്, ലഞ്ചിന് പോയാലോ? ലഞ്ച് കേ ലിയേ ചലേ. ലഞ്ച് കേ ലിയേ ചലേ. നെക്സ്റ്റ്, ഇന്ന് സിനിമ കണ്ടാലോ? ആജ് മൂവി ദേഖേ. ആജ് മൂവി ദേഖേ. ഇവിടെ ആജ് എന്നതിൻ്റെ മീനിങ് ആണ് ഇന്ന്. മൂവി ദേഖേ മൂവി കണ്ടാലോ. ഇനി നെക്സ്റ്റ്, കരച്ചിൽ നിർത്തൂ. രോന ബന്ദ് കരോ. രോന ബന്ദ് കരോ. ഇവിടെ രോന എന്നുള്ളത് കരച്ചിലാണ്. ബന്ദ് കർന നിർത്തുക. രോന ബന്ദ് കരോ. ഇനി നെക്സ്റ്റ്, എന്താ കാര്യം? ക്യാ ബാത്ത് ഹേ. ക്യാ ബാത്ത് ഹേ. ഇനി നെക്സ്റ്റ്, ഫോണിലേക്ക് നോക്കരുത്. ഫോൺ മത്ത് ദേഖോ. ഫോൺ മത്ത് ദേഖോ. ഇവിടെ മത്ത് ദേഖോ നോക്കരുത്. ഇനി നെക്സ്റ്റ്, ഫോൺ വയ്ക്കൂ. ഫോൺ രഖോ. ഫോൺ രഖോ.
ഇവിടെ രഖോ എന്നതിൻ്റെ മീനിങ് ആണ് വയ്ക്കൂ. ഇനി നെക്സ്റ്റ്, ഞാൻ ജനാലകൾ വൃത്തിയാക്കാൻ പോകുന്നു. മേ ഖിടിക്കിയോം കോ സാഫ് കർനെ ജാ രഹി ഹോ. മേ ഖിടിക്കിയോം കോ സാഫ് കർനെ ജാ രഹി ഹോ. ഇവിടെ സാഫ് കർണ വൃത്തിയാക്കുക. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.